അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ഷെഫ്സ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് യൂട്യൂബൊക്കെ ഇങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു പ്ലം കേക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പ്ലം കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആൽക്കഹോളും എഗ്ഗും ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു പ്ലം കേക്കാണ് കേട്ടോ ഞാൻ ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എച്ചുമോളുമായിട്ട് ബിസിയാണ്, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും ചെയ്യാൻ ഒരു മൂഡില്ല. അപ്പം നമ്മൾ ഇനി മുതൽ നമ്മൾ വീഡിയോസിലെല്ലാം കാണുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേ അളവിൽ തന്നെ അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരമുറി നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് വീതം നമ്മൾ കറുത്ത മുന്തിരിങ്ങ, ചെറി, പ്ലം, പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി, ഈത്തപ്പഴം ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഓരോന്നും അരക്കപ്പ് വീതം എടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാത്ത ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുമല്ലോ, കിവി, പീച്ച്, അതൊക്കെ കിട്ടുമല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇനി ഇത് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ കറുത്ത മുന്തിരിങ്ങയൊക്കെ ഒന്ന് കുതിർന്ന് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം, ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് നമുക്കിതിൽ 1.5 കപ്പ് മൈദാമാവാണ് എടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ചുക്ക് തുല്യമായിട്ട് എടുത്തിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ, 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ശർക്കര പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇപ്പം കടയിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് വാങ്ങിക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുക. അതും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുവിധം മിക്സായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക. ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ആ ശർക്കര പൊടിയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നവരെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന മാവ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബാറ്ററൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അണ്ടിപ്പരിപ്പും 1/2 കപ്പ് ബദാമും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ഞുറുക്കിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രൂട്ടൊക്കെ എല്ലാ സ്ഥലത്തും ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓവർ മിക്സായി പോകരുത്. ഇങ്ങനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ലൂസ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പാലും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ബാറ്റർ ഓക്കെയാണ്. ഇനി നമുക്കൊരു കേക്ക് ടിന്നിലോട്ട് മാറ്റാം. ഇനി എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തട്ടി ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞിട്ട്
നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നട്ട്സ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും വെക്കാം. ഞാനിവിടെ കാഷ്യൂ ആണ് വയ്ക്കുന്നത്. ഇനി ഞാൻ 200 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റാണ് കേട്ടോ ബേക്ക് ചെയ്യാനെടുത്ത സമയം. പിന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്തിട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ടൈം വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇത് നല്ല റിച്ച് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നല്ല റിച്ച് ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ്. അപ്പോൾ തമ്പനയിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തതാണ് കേട്ടോ ഇത്. ഇന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല റിച്ചാണ് കേട്ടോ. ഇതിനകത്ത് ഫുള്ള് നല്ല നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഉള്ള ഒരു കേക്കാണ്. ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. ഇത് നാളെ കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോഴേ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഏത് കേക്കായാലും നമ്മൾ ഇന്ന് ബേക്ക് ചെയ്തതിന് ശേഷം നാളെ കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ്.